ചൂരൽമല കാണാട്ടോ അവിടുന്ന് നോക്കുമ്പോ. ഹായ് ഓൾ, ഞങ്ങൾ ആക്ച്വലി ഇന്നലെ വന്നിരിക്കുകയാണ്. ഇന്നലെ രാവിലെ ഒരു 7:30 ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് മീൻസ് ഞങ്ങൾ മഞ്ചേരിയിലുള്ളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് ആണ് ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ്. ഒരു 4 ഫാമിലീസ് ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഉച്ചയ്ക്കായ സമയത്ത് ഒരു 2:30 ഒക്കെ ആയ സമയത്ത് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കളൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അത് കാരണം നമുക്ക് ആ സമയത്ത് ഇൻട്രോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു ഇൻട്രോ തരുന്നത് കേട്ടോ. നോർമലി നമ്മളിങ്ങനെ ഇടയ്ക്ക് ട്രിപ്പ് പോകാറുണ്ട്. ഇപ്പോൾ കുറേ ആയി, മക്കളൊക്കെ ആയ സമയത്ത്, പ്രഗ്നൻ്റൊക്കെ ആയ സമയത്ത് എനിക്ക് പോകാൻ പറ്റാത്ത കാരണം കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 ഇയേഴ്സിന് ശേഷമാണ് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ വെക്കുന്നത്. ഗെറ്റ് ടുഗദർ ആണ് നമുക്ക് മോസ്റ്റ്ലി ഇങ്ങനത്തെ ട്രിപ്സൊക്കെ ഒരു ഗെറ്റ് ടുഗദർ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ പുതിയൊരു കപ്പിളുണ്ട്. എല്ലാ പ്രാവശ്യം ട്രിപ്പിൻ്റെ കൂടെ നമുക്കൊരു പുതിയ കപ്പിളുണ്ടായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം നമ്മളെ കൂടെ ഉള്ളത് പുതിയ കപ്പിൾ ദിശോബും അവൻ്റെ വൈഫ് ശ്രുതിയാണ്. അപ്പോൾ അവരുടെ ഒരു ഹണിമൂൺ ഒരു ട്രിപ്പ് കൂടെ ആണിത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നലെ ഉച്ചയ്ക്കായ സമയത്ത് എത്തിയൊരു 2:30 ഒക്കെ ആയ സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചു. നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വന്നു. ചോറ് കറികളും നോർമൽ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചിക്കൻ, ചപ്പാത്തി, അങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. എന്നിട്ട് നൈറ്റ് പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് ആയിരുന്നു. ക്യാമ്പ് ഫയറും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈവനിങ് നമ്മൾ പൂളിലിറങ്ങി. കാരണം നല്ല തണുപ്പാണ് ഗൈസ്. ഇവിടെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ നൈറ്റ് ആകുമ്പോൾ പൂളിലൊന്നും തീരെ ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പറ്റുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മക്കളെയും കൊണ്ട് വരുന്നതല്ലേ. അപ്പോൾ 2 പേരുണ്ട്. ആമീനെ കൂടാണ്ട് ഒരാളും കൂടെ ഉണ്ട് ഇവിടെ. മനുവേട്ടൻ്റെയും ചിന്നുവിൻ്റെയും മോൾക്ക് ഇപ്പോൾ 4 വയസ്സാവുന്നു. അവളെയും കൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് പോയത്. ആ സമയത്ത് അവൾക്ക് ഒരു 1.5 വയസ്സൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ആമിനെ പോലെ ഒന്നുമല്ല, ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. പക്ഷേ ആമി ഇപ്പോഴേ അലമ്പാണ്. അവളെയും കൊണ്ട് അറിയാമല്ലോ, വീട്ടിലെങ്ങനെയാണോ അതുപോലെ തന്നെ. സോയിനെ കിട്ടിയപ്പോൾ പിന്നെ 2 പേരും കൂടെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു, രസമായിരുന്നു. പക്ഷേ മെരുക്കിയെടുക്കാൻ കുറച്ച് പാടുപെട്ടുള്ളൂ. അങ്ങനെ നമ്മൾ അവരെയും കൊണ്ട് പൂളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈവനിങ് മീൻസ് വല്ലാണ്ട് ലേറ്റ് ആവാൻ തോന്നിട്ടില്ല. അങ്ങനെ 2 പേരും തണുത്ത് വരച്ച് പിന്നെ അങ്ങനെ ഉറങ്ങി. നമ്മളിവിടെ കൊണ്ടുവന്ന് കിടത്തി. കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും, പനിയൊന്നും പിടിക്കില്ല എന്ന് വിചാരിക്കുന്നു. കാരണം നല്ല തണുപ്പായിരുന്നു. എന്തായാലും അവൾ പൂളൊക്കെ എൻജോയ് ചെയ്തു. കാരണം വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അവൾക്ക്. നമ്മൾ ബാക്കി ഷോർട്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, വീട്ടിൽ നിന്നാണെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങില്ല, ഫുൾ ടൈം വെള്ളത്തില്ല. അതുകൊണ്ട് വെള്ളം ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നില്ല അവൾക്ക്. അങ്ങനെ ഇപ്പോൾ ഉറങ്ങുകയാണ്. അവൾ ഉറങ്ങുകയാണ്, എണീറ്റിട്ടില്ല. കുറേ പേരൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും മോർണിംഗ് നേരത്തെ എണീറ്റു. നേരത്തെ മീൻസ് 7:30 ആയി, 7:30 ആയി എണീറ്റപ്പോൾ. നൈറ്റ് കിടക്കാൻ ഒരുപാട് ലേറ്റായി. നമ്മൾ ക്യാമ്പ് ഫയറും അതുപോലെ ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടാക്കി, ചിക്കൻ കറി ഉണ്ടാക്കി. നമ്മളതൊക്കെ ഫുഡൊക്കെ കഴിച്ച് മൊത്തം ജസ്റ്റ് ഒന്ന് സെറ്റാക്കി റൂമിലേക്ക് വന്നു. പിന്നെ ആമീനെ ഉറക്കി. ആമീനെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉറക്കിയൊക്കെ വന്നപ്പോഴേക്കും കുറേ ലേറ്റായി. അങ്ങനെ ഉറങ്ങിപ്പോയി. 7:30 ഒക്കെ ആയപ്പോൾ എണീറ്റു. പിന്നെ ഞാനങ്ങനെ ഇപ്പോൾ എന്നും നേരത്തെ എണീക്കില്ല. മീൻസ് ലൈക്ക് കൂടുതൽ ടൈം എനിക്കങ്ങനെ ഉറങ്ങാൻ പറ്റാറില്ല. ആമയുള്ള കാരണം അവളെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഫീഡിങ് ഉള്ളപ്പോൾ ഫീഡ് ചെയ്യാനൊക്കെ എണീക്കുമല്ലോ. അപ്പോൾ അത് കാരണം കൂടുതൽ ടൈം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അവളുണർന്നപ്പോൾ എൻ്റെ ഉറക്കവും പോയി. നമ്മൾ റൂമിൻ്റെ ഒരു റൂം ടൂറൊക്കെ കാണിച്ചു തരാം. ഇവിടെ ടോട്ടൽ 4 റൂംസാണുള്ളത്. അതിൽ 2 റൂം ഒരുപോലെ, ബാക്കി 2 റൂം ഒരുപോലെ ആണുള്ളത് കേട്ടോ. അത്യാവശ്യം ആൾക്കാർക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം. നമ്മൾ 4 ഫാമിലീസ് 8 പേരാണുള്ളത്. പക്ഷേ ഒരു
10-30 ആൾക്ക് വന്നാൽ കിടക്കാമെന്ന് തോന്നുന്നു. എനിക്ക് പെർ 24 hours 18,000 ആണ് ഇവിടെ നമുക്ക് റെൻറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം, ബാക്കി വീഡിയോസും കാണിച്ചു തരാം. നമ്മുടെ കുറച്ച് മൊമെൻറ്റ്സൊക്കെ എടുത്തിട്ട് പതുക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ഇവിടെ ഒരു അപ്സ്റ്റേജ് ഉണ്ട്. ഇത് മക്കൾ ഓടിക്കയറിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ടേബിൾ ഉണ്ടായിരുന്നു, അതങ്ങോട്ട് നീക്കി വെച്ചതാണ് കേട്ടോ. അവർക്ക് തന്നെ എന്ത് പണി, ഇതിൻ്റെ മേലിൽ കയറുക, അവിടെ പോയിരിക്കുക. അതാണ് ബാൽക്കണി. ഇവരങ്ങനെ കാര്യമായിട്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്യാറില്ല തോന്നുന്നു, കാരണം ചെടികളൊക്കെ വാടി കിടക്കുന്നുണ്ട്. എന്താ പിന്നെ ഇതേ ഇവിടുന്ന് പുറത്തേക്ക് നോക്കിയാൽ നമ്മുടെ നല്ല വ്യൂ ആണ്, മുണ്ടക്കൈയൊക്കെ കാണാം. അവിടെ സംഭവമുണ്ട്. താഴെ ഇവിടെ ആയിരുന്നു നമ്മൾ ഇന്നലെ ഫയർ കൂട്ടിയിട്ടുണ്ടായിരുന്നത്, അവിടെയായിരുന്നു ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതാണ് ബാൽക്കണി. നമ്മുടെ ക്യാമറ ഐറ്റം സ്റ്റാൻഡ്. കുഞ്ഞാമി നല്ല ഉറക്കാണ് കേട്ടോ. അവളിങ്ങനെ മൂടി പൊതിച്ച് കിടക്കാറേയില്ല, അവൾ പൊതിച്ച് കിടക്കാറേയില്ല. നല്ല അടിപൊളി ബാത്റൂമുണ്ട്. കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനുണ്ട്, ഒക്കെ പരന്ന് കിടക്കുകയാണ്. അതിന് പോകുന്ന സമയമാകുമ്പോഴേക്കും ഒക്കെ സെറ്റ് ചെയ്യണം. എന്തായാലും നമുക്കിവിടെ ഡോറച്ചിട്ട് പുറത്തേക്ക് പോവാം. ആരെങ്കിലും നീറ്റിട്ടുണ്ടോ നോക്കാം. ഹലോ ഗൈസ്, ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്. ഇന്നലെ മക്കളൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അവർ വന്നപ്പോൾ തൊട്ട് ഭയങ്കര ക്യാരംസ് കളിയായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ വരും കേട്ടോ, നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി മുകളിലൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്, നമുക്ക് പോയോക്കാം. ഇന്നലെ ആമി സോയും ഫുൾ ടൈം ഇതന്നെയായിരുന്നു അവർക്ക് പണി. സോയി ഫുൾ ടൈം ഇതിൽ ആയിരുന്നു, ഒറ്റയ്ക്ക് കയറി ഒറ്റയ്ക്ക് ഇറങ്ങിയിരുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സ്റ്റെയറൊക്കെ കയറാൻ ഭയങ്കര പേടിയാട്ടോ. കയറാൻ കുഴപ്പമില്ല, പക്ഷേ ഇറങ്ങാൻ ഭയങ്കര പേടിയാണ്. അങ്ങനെയുള്ള എന്നെപ്പോലെ സ്റ്റെപ്പ് കയറാൻ പേടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്റ്റെപ്പ് മീൻസ് ഇതുപോലെ ഇങ്ങനെ ഉയർന്ന സ്ഥലം പേടിയുണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. കണ്ടോ, നല്ല രസമല്ലേ? ചെറുതായിട്ട് വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, തണുപ്പൊക്കെ കുറഞ്ഞു തുടങ്ങി. രാത്രി നല്ല തണുപ്പ്. നമുക്കിത് ഇവിടെയൊക്കെ വന്നിരുന്ന് ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിക്കാം. ഹായ്. നല്ല രാത്രികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ അങ്ങോട്ട്? ഇവരൊക്കെ നല്ല രാത്രി ഇവിടെ വന്നിരുന്നുണ്ടായിരുന്നു. പക്ഷേ തണുപ്പ് കാരണം എനിക്ക് ഇങ്ങോട്ട് വരാനുള്ളൊരു
മനസ്സുണ്ടായിട്ടുണ്ടായിരുന്നില്ല. നല്ല തണുപ്പായിരുന്നില്ലേ. ചിലർക്ക് തണുപ്പുണ്ടായിരുന്നു, ചിലർക്ക് തണുപ്പില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കും ആമിക്ക് ശ്രുതിക്കൊക്കെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ റൂം. നേരത്തെ ഞാൻ കാണിച്ചില്ലേ, ഇതാ ക്യാമ്പ് ഫയർ, നമ്മൾ ഫയർ ചെയ്ത സ്ഥലം. ഇവിടെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ അടിപൊളിയായിരിക്കും. മെയിൻ്റെനൻസിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. കാരണം ചെടികളൊക്കെ വാടി നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു കുറേ പേര് വരാറുണ്ട്. നമ്മളൊന്ന് 11 മണിയൊക്കെ ആകുമ്പോൾ ചെക്കൗട്ട് ചെയ്യും. വേറെയും ഫാമിലീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒന്നുകൂടെ നന്നായി മെയിൻറ്റെയിൻ ചെയ്താൽ അടിപൊളിയായിരിക്കും. കരയുന്നുണ്ടോ ആമി? ഇത് തന്നെ കുഞ്ഞാ. ആമി കരയുന്നുണ്ട്. പോയി നോക്കാം ഏതാ റൂമ്. അമ്മ പൊന്നെ നീറ്റോ, ഒറ്റയ്ക്ക് നീറ്റ് വരുന്നേ. വായോ വായോ കുഞ്ഞാമി വരാ. അമ്മ വീഡിയോ ഒക്കെ പോയല്ലോ. ഒറ്റയ്ക്ക് നീറ്റാ. ആമിയുടെ ഒറ്റയ്ക്ക് നീറ്റ് ഇറങ്ങി ഓടി വന്നിട്ടുണ്ട്. ഹായ് ഓൾ പറ. ഹായ് ഓൾ, ഞാൻ നീറ്റു ഗൈസ്. അങ്ങോട്ട് പോണോ? എങ്ങോട്ട് പോണ്ടേ? ഇവിടെ നിന്നൊക്കെ ക്യാരംസ് കളിക്കണ്ടേ? അങ്ങോട്ട് പോകണമെന്നാ പറയുന്നത്. വരൂ നമുക്ക് അങ്ങോട്ട് പോവാം. മേലെ പോണോ? മേലെ മേലെ പോവാ. ഏ വെയിൽ വരുന്നു. ഓക്കെ, എന്നാൽ അങ്ങോട്ട് പോവാം. Me too. അപ്പോൾ നമുക്ക് പൂളിൽ പോയാലോ? അമ്മി ഇന്നലെ പൂളിൽ പോയില്ലേ? നമ്മൾ ഇന്നലെ ഇവിടെ തീ വെച്ചില്ലേ? ആമിക്ക് ഓർമ്മയുണ്ടാ? പപ്പോട് പറ, തീ വെച്ചു പറ. തീ വെച്ചു. പിന്നെ എന്താ ചെയ്തത്? ചിക്കൻ ഉണ്ടാക്കിയില്ലേ? ആമി ചിക്കൻ കഴിച്ചോ? അയ്യോ, ആമിയുടെ കൈ കാണാമല്ലോ. ഓക്കേ, നമുക്ക് പൂളിൽ പോവാ. പൂളിൽ പോയില്ല ഇന്നലെ? മുമ്പത്തിൽ കളിച്ചില്ല ഇങ്ങനെ ടിഷ്യൂ കളിച്ചില്ലേ എമ്പം ബോൾ വെച്ചിട്ട്? പൂളിൽ മുമ്പ് ഉണ്ടായിരുന്നില്ലേ? അങ്ങോട്ട് പോകണോ ആമിക്ക്? അപ്പം അമ്മ കാണിച്ചു തരാം. അമ്മ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് നമ്മൾ ഇന്നലെ രാത്രി കണ്ടില്ലല്ലോ. ഇതൊന്നും ഇവിടെ ഇല്ലേ, പുലി വരും. ഓക്കെ, ഹായ്. എവിടെ എമ്പാ? അതുമ്പാണാ? ഉമ്പല്ലത് മല. പിന്നെ മഞ്ഞായിട്ട് തോന്നും കുട്ടിക്ക്. പുക അല്ലേ? ആകെ പുകയുണ്ട് അല്ലേ? ഒരു പരുന്ത അവിടെ പറക്കുന്നുണ്ട്, കാണുന്നുണ്ടാ? ചൂരൽമല കാണാം കേട്ടോ. അവിടെ നിന്ന് നോക്കുമ്പോൾ ചൂരൽമല കാണാം. വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. പക്ഷെ നമ്മൾ വന്ന സമയത്ത് നന്നായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഞ്ഞൊക്കെ മൂടിയ കാരണം കാണുന്നില്ല. ഓ, ഇത് മൈക്ക്. ആ, നമുക്ക് പൂളിൽ പോവാ. പൂള് കാണാം. കമാൺ.
പറയ്. കമോൺ പറയ്. ബൊക്കോൺ. കമോൺ. ആമിയ കാക്കി കാക്കി പാട്ടൊന്ന് പാടോ? ആ ഇനി പെരിയോനെ. പെരിയോനെ എന്താ പോയി? ഇന്നലെ പാടില്ലേ പെരിയോനെ? നിങ്ങൾ കാറില്ലേ? ആമി പാടിക്കേ. പാട്ട്. ആ പെരിയോനെ. ആ മാനിനെ കാണണോ? പണിയായോ? മാനെ നോക്കാം. മാനെ ഇതാ ഇതാ ഇതെന്താ? പൂൾ. എന്തത്? ഇന്നലെ നമ്മള് വന്നില്ലേ പൂളില്? ആ പൂള്. ബോളേ ബോൾ എവിടെയെന്ന് ഓർമ്മയില്ല. ബോൾ റൂമിലാണ് കേട്ടോ. നമുക്ക് തൽക്കാലം ഇവിടെ കണ്ടിട്ട് റൂമിൽ പോയിട്ട് അമ്മ ബോൾ എടുത്തരാം കേട്ടോ. നമ്മൾ ഇന്നലെ ബോളൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ആമിക്ക് ഓർമ്മ വന്നതാണ് പെട്ടെന്ന് പൂള് കണ്ടപ്പോൾ. ബോള് അല്ലേ? വെള്ളത്തിലിറങ്ങണാ? ചാടണാ? അതിന് ആമി ഡ്രസ്സ് എടുത്തിട്ടില്ലല്ലോ. ആമിൻ്റെ ബിക്കിനി. അവൾ നല്ല ബിക്കിനിയൊക്കെ ഇട്ടു അല്ലേ? ആ ബോള് തട്ടി. തട്ടി അല്ലേ? നമുക്കിവിടെ കാല് അങ്ങോട്ട് ഇട്ടിട്ട് ഇരിക്കാം കേട്ടാ. ഇവിടെ നിൽക്ക്. ആമിക്ക് പൂളിലിറങ്ങണം എന്ന് പറഞ്ഞു അല്ലേ? പൂളിലിറങ്ങണോ? കാലിടണോ? നമുക്കിവിടെ ഇരിക്കട്ടാ. ചെറുതായിട്ടിരിക്കുക. തണുക്കുവേ? പ്രശ്നമുണ്ടോ? ഹായ്. ഒരു മിനിറ്റ്. നല്ല തണുപ്പുണ്ട്. ഡ്രസ്സ് നനയ്ക്കണ്ടട്ടാ. തണുപ്പുണ്ടാ ആമിക്ക്? എന്നാ കാലിട്ടോ. ഇങ്ങനെ ഇങ്ങനെ ആക്ക്. ഈ കാലം എന്തിടാത്ത്? ആ തണുപ്പ് വേണ്ട. തണുപ്പാണ് അല്ലേ? ഇഞ്ഞു അപ്പൊ ഈ അല്ലേ പറഞ്ഞ പൂളിലിറങ്ങണമെന്ന്? വേണ്ടേ? എന്നെ പൂളിലിറങ്ങണം എന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് ഇങ്ങനെ ആക്കിയൊക്കെ. ഉമ്പ കളിക്കണ്ട നമുക്ക്? ഒന്നുകൂടെ കാല് കഴിക്കും ഇങ്ങനെ. എന്നാ പോവാ, നമുക്ക് പോവാ. അപ്പം ആമയ്ക്ക് വെള്ളത്തിലിറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് നമ്മൾ കാലിട്ടതായിരുന്നു. അപ്പം തണുക്കുണ്ടത്രേ. അങ്ങോട്ട് പോണോ? ഞാൻ നിർബന്ധിച്ചിറക്കി പോലെ പറഞ്ഞ കേട്ടാ. പോന്ന് വേണ്ടാന്ന്. ഇതിന്റെ ബാക്കിൽ നല്ല വ്യൂസ് ആണ് കേട്ടോ. കവുങ്ങാണല്ലോ ഇത് അല്ലേ? കവുങ്ങിൻ തോട്ടം. അങ്ങനെയൊക്കെ ആമി നോക്ക്. വലിയ മരം നോക്ക്. വാവ്. മരത്തിന്റെ മേലെ കിളിയുണ്ട്, തത്തണ്ട്, കാക്കയുണ്ട്. നമുക്ക് പോവാ. വാ നീക്കാം. പോവാ. ഇരുമൈക്ക് അതെന്താ നേരത്തെ അമ്മയിലൊക്കെ ഇത് മൈക്കറ്റാ. നമുക്ക് പോവാ.
ഏ റൂമിൽ പോവാ? പൂളിൽ വേണ്ടല്ലോ. പൂളിൽ ഇറങ്ങണോ? അതെന്തേ? എന്താ പൂളിൽ ഇറങ്ങണ്ടാത്ത? തണുപ്പുണ്ടോ? മുമ്പ് കളിക്കണ്ടേ? എന്തേ? പറയ്, പപ്പോട് പറഞ്ഞോളി. തണുപ്പുണ്ട് പറയ്. ആ വേണ്ട, പോവാ. അത് നമ്മൾ ഇന്നലെ ബോളൊക്കെ വെച്ച് കളിച്ചില്ലേ? ഓക്കെ, നമുക്കിപ്പോൾ റൂമിലേക്ക് പോവാട്ടാ. ആ വഴിയാ നമ്മൾ വന്നത്. ഇങ്ങനെ ആണോ? നമ്മൾ വന്ന വഴിയാണത്. ആ മരം. പപ്പയ്ക്ക് കാണിച്ചു കൊടുക്കും. മരം മരം വലിയ മരം പറ. ആ വലിയ മരം. പോവാ. അമ്മയുടെ പെപ്പ് റൂമിലല്ലേ? ഇനിയുണ്ടാ? എന്ത് ചെരുപ്പ്? ഇനിയുണ്ടാ? അതാരതാണ് ഇനിയുള്ള ചെരുപ്പ്? സോയിൻ്റെ അല്ലേ? ചേച്ചിൻ്റെ അല്ലേ? നമുക്ക് റൂമിലേക്ക് പോവാട്ടോ. ഇന്നലെ ഇവളേറ്റ് പൂളന്ന് പോയില്ലേ? അപ്പോൾ വിറച്ചിട്ട് എനിക്ക് മേലേക്ക് കയറാൻ പറ്റില്ല, കിതച്ചിട്ട് തണുക്കും. നമ്മൾ ഇന്നലെ പോയത് ഓർമ്മയുണ്ട് എനിക്ക്? ഈ ഉറങ്ങിയില്ലേ? ആരെങ്കിലും പൂളന്ന് ഉറങ്ങുമോ? ആമി ഇന്നലെ ഉറങ്ങിയില്ലേ രാത്രി? വൈകുന്നേരം കുളിച്ച് കഴിഞ്ഞിട്ട് എന്നിട്ടേ അമ്മ എടുത്തിട്ട് റൂമിൽ കൊണ്ടാക്കിയത് ഓർമ്മയുണ്ടാ? കുന്താണ്, കുന്തം. അപ്പം നമ്മൾ കാണാനായിട്ട് അവിടെ ആരൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആമി നീറ്റപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പൂള് കാണിക്കാന്ന് വിചാരിച്ച് വന്നതായിരുന്നു. ആരാത്? ഹായ് പറ. വാ പറ, പൂളിൽ കളിക്കാൻ വാ പറ. നോക്കാൻ പറ്റില്ല ആമിക്ക്. അതാരാണ്? പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഇന്നലെ വന്നപ്പോൾ പരിചയം ഉണ്ടായില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ പരിചയമായി. പിന്നെ ഉറങ്ങി നീറ്റപ്പോൾ കുട്ടിക്ക് അവരൊക്കെ പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. സ്വാഭാവികം. അപ്പോൾ നമ്മൾ കളിച്ചില്ലേ? അതാരാ? ദിശോപങ്കൾ എന്താ ചെയ്തത്? ദിശോപങ്കൾ ചെയ്ത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ദിശോപങ്കൾ ആമിയോട് ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. പറ, ദിശോപങ്കൾ അതാ പറ. അങ്കിൾ എവിടെ? സോയി എവിടെ? ചേച്ചി ഇനി എവിടെ പോവാ? ഓക്കെ, മുളങ്കൂട്ടത്തിൻ്റെ അടുത്ത് പോവാം. നമുക്ക് റൂമിലേക്ക് പോയിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് അവിടെ നടക്കാൻ പോവാം. വ്ളോഗിൻ്റെ ഇടയിലാണോ ഷഡ്ഡി വർത്താനം? അവിടെ ഉണ്ടോന്ന്? അവിടെ ഒന്ന് നടക്കാം. ഒരു ബ്ലോ ഷഡ്ഡി അവിടെ ഉണ്ട്. വെള്ളത്തിലിറങ്ങി പ്രശ്നമായ ചളിയായി.
ഇരിക്കേ. ഇന്നലെ ഋഷോമിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളൊരു സർപ്രൈസ് കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. വാ, നമ്മൾ ബ്രഷ് ചെയ്യാൻ പോവാണേ. അമ്മ തരാം. അതാ അങ്കിള് ചീത്ത പറയും. അവിടെ അങ്കിളില്ലേ, ആ അങ്കിള് കുട്ടികളെ പേസ്റ്റിട്ട് കളിക്കുന്നുണ്ടല്ലേ, ചീത്ത പറയും. മതിയോ? ബാ, ഇനി എന്താ ചെയ്യാ? പല്ലേക്ക് വാ. വാ, അമ്മ എടുക്കാതാ. ഉമ്പ അവിടെ നിന്നാ ബ്രഷ് ചെയ്യാം. അതിനുണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ട്. ചേക്ക് ഇങ്ങനെ ആക്ക്, ഇങ്ങനെ കണ്ണാടിയിൽ നോക്ക്. അമ്മ പേസ്റ്റ് പോയി. ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ പേസ്റ്റ്. ഇതിൻ്റെ ഉള്ളിൽ പോയതാവും. ഞാൻ ഓക്കേ, അമ്മ പേസ്റ്റ് പോയി. ഇത് നമ്മൾ കുറച്ചെടുക്കാൻ പാടില്ല കേട്ടോ. വെള്ളേക്ക് തുപ്പ് വരുന്നില്ലല്ലോ. ഞങ്ങൾ പല്ലേശ്വരി പെട്ടെന്ന് വരാം. അമ്പതിക്ക് പോണില്ല കേട്ടാ. അമ്പത് തണുപ്പാണ് വേണ്ടെന്ന്. അമ്പത്തിലേക്കല്ല നമ്മൾ പോകുന്നത്. അവിടെ നടക്കാൻ പോവാട്ടാ, വേറെ സ്ഥലത്തേക്ക് കേട്ടോ.
നടക്കവിയ आदमी बत्तख का ഇതെന്താ ഇതെന്താ അമ്മേ ഇതെന്താ ആന്റിക്കൊരു കടി കൊടുത്താലേ ഇതെന്താ കഴിക്കണേ അംഗനവാടി ലീഡറാണ്. നിങ്ങൾ എന്താ വിചാരിച്ച സോയിനെ പറ്റി വല്ലാണ്ട് ചീത്ത പറയാൻ വരണ്ടട്ടോ. അത് നമുക്ക് അവിടെ ഇത് ചെയ്യും, നമ്മള് ബീപ്പ് സൗണ്ട് ഇടും. ബീപ്പ് സൗണ്ട് ഇടാ. വായക്ക് വെക്കാൻ പറ്റില്ല. കമന്റ് ബിലോ. ഹായ്. ഇവിടെ ഉണ്ടോ? ഇതില്ലേ ഇങ്ങനെ പണ്ട് നമ്മള് കളിക്കൂലേ ഇത് വെച്ചിട്ട് ഇങ്ങനെ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഏതായാലും നിങ്ങൾ രണ്ടുപേരും ടെസ്റ്റ് ജെൻഡർ റിവീൽ ആണ്. അങ്ങനെയാണല്ലോ ഇത് കാണാണ്. അത് നോക്കൂ, അയ്യോ മൈ ഗോഡ്, ഇത്രയും കുട്ടികളോ. നോക്ക് ശ്രുതിന്റെ നിൽക്കാമ തുറച്ചുതരാം. കൈ തുറച്ചുതരാം കേട്ടാ. കൈ തുടച്ചില്ലെങ്കിൽ കിമ്മി വരും. കിമ്മി വരും. കിമ്മി എന്താ പറഞ്ഞത്? കിറിയാ ഇങ്ങനെ ചിന്നൊന്നല്ല എന്തോ ഒരു സാധനം പറഞ്ഞല്ലോ. എന്താണ്? തൊഴിക്കല്ലേ, നമ്മൾ കൊഴിക്കല്ലേ പറയാ. യോ അത് കൂടി നടക്കാം. ഇതുവഴി എങ്ങാനും അമ്മി വീഴല്ലേ. ഞാൻ നിങ്ങളെ സെന്ററിൽ നിൽക്കേണ്ടി വരുമോ? ചേച്ചി വാവോ ഇങ്ങനെയാ ചോദിച്ചോക്ക്. ഓങ്ങിയാ എന്തേ വേനിക്കുണ്ടാ? അമ്മ എടുക്കണാ? എന്നാ നടക്ക്. ഞെട്ടി ഗൈസ്. Oh my god. Oh my god. ഇവിടെ നല്ല അടി. കപ്പിൾ ഫോട്ടോഷൂട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിടയ്ക്ക് കിട്ടുന്നത്
എടുക്ക് ഫോട്ടോസ് ഒക്കെ തന്നെ കേട്ടോ. നിങ്ങൾ ഫോട്ടോസ് ഞാൻ ഇന്നലെ ടൈം ആയിട്ടില്ല. ആ ഗ്രൂപ്പിലിട്ടാ പോരെ എല്ലാ ഫോട്ടോസും ഡോക്യുമെന്റ് ആയിട്ട് ഇടണം. അങ്ങനെയൊന്നുമില്ല, വേണ്ട പേഴ്സണലി അയച്ചുതരാം. സ്റ്റാറ്റസ് ഞങ്ങളുടെ അത്ര പോരട്ടോ, കുറച്ചുകൂടി ഇല്ല ചൂടുണ്ടോ? ഇവിടെ മൊത്തം ഈറ്റക്കാടാണ്. അതൊരു ഈറ്റക്കാടാണ്. പക്ഷെ ആനയൊന്നും ഇറങ്ങുമെന്ന് അറിയില്ല കേട്ടോ. നമ്മളെന്തായാലും രാവിലെ ഇറങ്ങി വന്നിട്ടുണ്ട്. സോ അതാണ്, നല്ല വൈബാണ് ഇവിടെ. നമ്മൾ വന്ന വഴി ഇതല്ലേ, ഈ വഴിയാണ് വന്നത്. വന്നപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിട്ട് വരുന്ന സമയത്ത്. പക്ഷേ നടക്കാൻ നല്ല രസമുണ്ട് രാവിലെ. ഇപ്പോൾ കുറച്ച് സമയമായില്ലേ, ഇവിടെ ടൈമൊന്നും അറിയുന്നില്ല. ഈ ഒരു ക്ലൈമറ്റ് ആയ കാരണം ടൈം അറിയുന്നില്ല. എന്തായാലും അടിപൊളിയാണ്. ഫോട്ടോഷൂട്ടൊക്കെ ആഗ്രഹിച്ച് വരുന്നവർക്ക് നല്ലതായിരിക്കും അല്ലേ? ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ അടിപൊളി ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഇവിടെ അടുത്ത് വീടുകളൊന്നും ഇല്ല കേട്ടോ. ഇത് കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടെ നമ്മൾ നിന്നിരുന്ന വീട് കണ്ടില്ല, അത് മാത്രമേ ഉള്ളൂ. ആ ഒരു വീട് മാത്രമാണുള്ളത്. നമ്മൾ പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ പുറത്ത് പോകണം. ഇവിടുന്ന് പോവാൻ കുറച്ച് റിസ്ക്കാണ്. പക്ഷെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കടകളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് കയറി നമ്മൾ ആ റോട്ടിലേക്ക് എത്താൻ കുറച്ച് പാടുണ്ട്. നമ്മളെന്തായാലും വന്നപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അത് കാരണം പിന്നെ പുറത്ത് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനി അങ്ങോട്ട് വഴിയില്ല. എന്താ ആമീനെ ഇവിടെ നിർത്തിയിട്ട് പോയാലോ? ആമി എന്താ പറയാനുള്ളത്? അങ്ങോട്ട് പോണോ ചേച്ചിയുടെ അടുത്തേക്ക്? ബാമ്പ പിടിക്കാം. ശ്രുതി ചേച്ചിക്ക് ട്രെയിനിങ് ആയിരുന്നു, കുട്ടികളെ എങ്ങനെ മേയ്ക്കാം. അതും ഈ ആമീനെ വെച്ച് പഠിച്ചാൽ പൊള്ളിയാണ്, ഏത് കുട്ടീനെ നോക്കാം. ഇതാക്കിയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് എല്ലാവരും നമ്മൾ പിരിയുന്നു. പോകുന്ന വഴിക്ക് ഇറങ്ങിയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകാം. അല്ല പൂളൊക്കെ ക്ലീനാക്കി. ചേച്ചി പോയി. ക്യാമറമാനെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. സോയി അയ്യോ കാല് 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 ആ ആമി വാ ആമി വരണ ഏ പറയാന്. അമ്മ എടുക്കാം അമ്മ എടുക്കാം.
പോവാണ്. ഇതെന്താ അറിയോ, എങ്ങാനും മഴയിൽ നിന്ന് അവൾ അപ്പിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റൊക്കെ നമുക്കതിൽ വയ്ക്കാം. ഡിസ്പോസിബിൾ ഡയപ്പർ ഡിസ്പോസിബിൾ ബാഗാണ്. പക്ഷെ വരുന്ന വഴി അവൾ വൊമിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവളെ ടവലിലേക്കാണ് വൊമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അതിലിടാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പോവാം. ഏറ്റവും ഇരിക്കണത് അതാരാ ബാഗിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയി. മൊത്തോ അത് നോക്ക്. എല്ലാരും വായിട്ടണം. വാ സന്ദീപ്. ഇതൊന്നും ഇല്ലട്ടോ. നല്ല വെയിലടിക്കുന്ന അതൊന്ന് ശരിയാക്കോ. ബൈ ബൈ. അപ്പൊ നമ്മള് തിരിച്ചു പോവാണ്. അതല്ലേ പറയുന്നത്.